2012 ജൂൺ 15 ആ രാത്രി ലക്ഷക്കണക്കിന് മനുഷ്യർ ആ ജലപ്രവാഹത്തിന് മുന്നിൽ ശ്വാസമടക്കി നിന്നു. അവർ നോക്കിയത് താഴോട്ടായിരുന്നില്ല, മറിച്ച് ആകാശത്തേക്ക്. അവിടെ 2 ഇഞ്ച് മാത്രം കനമുള്ള ഒരു സ്റ്റീൽ കേബിളിലൂടെ ഒരു മനുഷ്യൻ നടക്കാൻ തയ്യാറെടുക്കുകയാണ്. അവൻ്റെ പേരാണ് നിക്ക് വാലണ്ട. നയാഗ്ര വെള്ളച്ചാട്ടം അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ പ്രകൃതി വിസ്മയം. 187 അടി ഉയരത്തിൽ നിന്നും പതിക്കുന്ന കനേഡിയൻ ഹോഴ്സു ഫാൾസ്, 98 അടിയോളം ഉയരത്തിൽ നിന്നും പതിക്കുന്ന അമേരിക്കൻ ഫാൾസ്, ബ്രൈഡൽ വെയിൽസ് ഫാൾസ് എന്നിങ്ങനെ 3 വെള്ളച്ചാട്ടങ്ങളെ പ്രകൃതി ആശ്ചര്യകരമായി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവിടെ. അമേരിക്കൻ അതിർത്തിയിൽ നിന്നും കനേഡിയൻ അതിർത്തിയിലേക്ക് 3409 അടിയോളം ദൈർഘ്യമുണ്ട്. താഴെ കൂറ്റൻ പാറക്കെട്ടുകൾ. സെക്കൻഡിൽ 2400 മുതൽ 2800 വരെ ക്യൂബിക് മീറ്ററാണ് നയാഗ്രയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ കണക്ക്. ഇതിനു മുകളിലൂടെയാണ് 200 അടിയോളം ഉയരത്തിൽ വലിച്ചു കിട്ടിയ ഒരു വൈദ്യുതി കേബിളിലൂടെ നടന്ന് അണക്കെട്ടിനെ മുറിച്ചു കടക്കുവാൻ ഒരു മനുഷ്യനെ കൊണ്ട് ആകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. അവിടെ അല്പസമയം പോലും മനുഷ്യർക്ക് നിൽക്കാൻ കഴിയില്ല എന്നായിരിക്കും സ്വാഭാവികമായിട്ടുള്ള മറുപടി. 7 തലമുറയായി വയറിൽ കളിക്കുന്ന സർക്കസ് കുടുംബത്തിലെ അംഗമായിരുന്നു നിക്ക്. 1978 പ്യൂർട്ടോ റിക്കോയിൽ വെച്ച് നിക്കിന്റെ മുത്തച്ഛൻ കാൾ വാലണ്ട കയറിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നത് ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. കുടുംബത്തെ പിടിച്ചുലച്ച ആ വലിയ ദുരന്തത്തിൽ നിന്നും നിക്കിന്റെ കുടുംബത്തെ മുന്നോട്ട് നയിച്ചത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു. മാധ്യമങ്ങൾ നിക്കിനോട് ചോദിച്ചു, നിങ്ങളുടെ മുത്തശ്ശൻ വീണ് മരിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഈ കയറിലേക്ക് വീണ്ടും കയറാൻ ധൈര്യം വരുന്നു? നിക്കിന്റെ മറുപടി വളരെ ലളിതമായിരുന്നു. എൻ്റെ ജീവിതവും മരണവും ദൈവത്തിൻ്റെ കൈകളിലാണ്. രാത്രി 10 മണിയായി. ഫ്ലഡ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ നിക്ക് തൻ്റെ ആദ്യ ചുവട് കേബിളിലേക്ക് വെക്കും. 200 അടി താഴെ മരണം കാത്തിരിക്കുകയാണ്. മുകളിൽ 2 ഇഞ്ച് മാത്രമുള്ള കേബിൾ. അതിലൂടെയാണ് നിക്ക് വാലണ്ട നടന്നത്. താൻ ചുവട് വെച്ചത് കേബിളിൽ മാത്രമല്ല, തൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിലും കൂടെയാണ് എന്നും ദൈവമാണ് തൻ്റെ ബാലൻസ് ബാർ എന്നും നിക്ക് ഉറക്കെ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള 13 ലക്ഷത്തിലധികം ആളുകൾ ടിവിക്ക് മുൻപിൽ ശ്വാസം മടക്കി പിടിച്ചിരുന്നു ആ നിമിഷം. 1800 അടി നീളമുള്ള ആകാശപാതയിലൂടെ നിക്ക് നടന്നു തുടങ്ങി. ആ നടത്തത്തിനിടയിൽ നിക്കിൻ്റെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എൻ്റെ കർത്താവേ എന്ന്. അങ്ങാണ് എൻ്റെ പരിച, യേശുവെ അങ്ങയ്ക്ക് നന്ദി. കർത്താവെ, എനിക്ക് ശക്തി തരണമേ. ചരിത്രത്തിൽ ആദ്യമായി ഒരു ആഗോള ടെലിവിഷൻ ചാനലിലൂടെ ആകാശത്ത് വെച്ചൊരു ആരാധന നടക്കുകയായിരുന്നു. ഓരോ കഠിനമായ ചുവടിലും നിക്ക് യേശുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ കനത്ത മൂടൽ മഞ്ഞ് നിക്കിൻ്റെ കാഴ്ചകളെ മറച്ച് ശക്തമായ കാറ്റുമുണ്ടായി. ആ കാറ്റിൽ കേബിൾ ശക്തമായി ആടാൻ തുടങ്ങി. നിക്കൊരു നിമിഷം നിന്നു. വീഴ്ചയുടെ തൊട്ടരികിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. ലോകം മുഴുവനും ശ്വാസം അടക്കി പിടിച്ച ആ നിമിഷങ്ങൾ ആളുകൾ ഭയത്തോടെ കൈകൊണ്ട് മുഖം മറച്ചു നിന്നു. എന്നാൽ ഭയത്തിന് കീഴടങ്ങാൻ അവൻ തയ്യാറായിരുന്നില്ല. തൻ്റെ കയ്യിലെ വടിയേക്കാൾ തന്നെ ബാലൻസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാണ് എന്നവൻ ഉറച്ചു വിശ്വസിച്ചു. 25 മിനിറ്റുകൾ നീണ്ട ആകാശയാത്രയ്ക്കൊടുവിൽ നിക്ക് വാലണ്ട കാനഡയുടെ മണ്ണിൽ തൊട്ടു. നയാഗ്ര വെള്ളച്ചാട്ടം പൂർണ്ണമായും മുറിച്ചു കിടന്ന ചരിത്രത്തിലെ ആദ്യ മനുഷ്യനായി നിക്ക്. ആ 25 മിനിറ്റുകൾ മുഴുവനും അദ്ദേഹം ഗോഡ് ഗിവ് മീ സ്ട്രെങ്ത്, ഹെൽപ്പ് മീ ടു ഫോക്കസ് എന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. 40 പൗണ്ട് ബാലൻസ് ബാർ കയ്യിലും ഹൃദയത്തിൽ വിശ്വാസവുമായി. എന്നാൽ മാനുഷികമായ ഭയം അയാൾക്കുണ്ടായിരുന്നതാണ്. പക്ഷേ തൻ്റെ ഉള്ളിൽ അംഗീകരിച്ച വിശ്വാസം ആ പേടിയേക്കാൾ വലുതായിരുന്നു. നേരിട്ടും അല്ലാതെയും ലോകം മുഴുവനും അമ്പരന്ന് നോക്കി നിൽക്കുമ്പോൾ 25 മിനിറ്റിന് ശേഷം, കറക്റ്റായി പറഞ്ഞാൽ രാത്രി 10:30 കാനഡയുടെ മണ്ണിൽ കാൽ കുത്തിയപ്പോൾ നിക്ക് ആദ്യം ചെയ്തത് മുട്ടുകുത്തി നിന്ന് കുരിശ് ചുംബിച്ച് പ്രാർത്ഥിക്കുകയും. മുട്ടുകുത്തി നിക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. യോഹന്നാൻ സ്നാപകന്റെ അമ്മ എലിസബത്തിനോട് യേശുവിൻ്റെ മാതാവ് പറഞ്ഞ അതേ വാക്ക് തന്നെയായിരുന്നു നിക്ക് തെളിയിച്ചത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന്. മാധ്യമങ്ങൾ നിക്കിന് ചുറ്റും കൂടി ചോദിച്ചു, ഇത്രയും വലിയൊരു വിജയത്തിന് ശേഷം ലോകത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന്. എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാനിത് ചെയ്തത്. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയുള്ളതാണ് എന്നാണ് നിക്ക് പറഞ്ഞത്.
നിക്ക് വാലന്റയുടെ ആ ചുവടുകൾ ലോകത്തിന് നൽകിയ സന്ദേശം വളരെ ലളിതമാണ്. ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കും ആർത്തുലയ്ക്കുന്ന പ്രതിസന്ധികൾക്കും മുകളിലൂടെ ഭയപ്പെടാതെ മുന്നോട്ട് നടക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസം മാത്രം. 2012 ജൂൺ 15 രാത്രിയിൽ 1,30,000 പേർ ആ കാഴ്ച ലൈവായി കണ്ടു. 10 കോടി ജനങ്ങൾ TV-യിലും. പക്ഷെ അവർ കണ്ടത് കേവലം പ്രകടനമായിരുന്നില്ല, മറിച്ച് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ശക്തിയായിരുന്നു.